ഇന്ന് നമുക്ക് PSC സ്ഥിരം ചോദിക്കുന്ന കുറച്ച് വന്ധ്യവയോധികന്മാരെ കുറിച്ച് പഠിച്ചാലോ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് അല്ലേ. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ആരാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. KP കേശവമേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ് അല്ലെ. ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യം പറയട്ടെ. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അറിയുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. അറിയാത്തവർ ഇവിടുന്ന് വായിച്ചിട്ട് തന്നെ പഠിച്ചു പോവുക.